മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചോദ്യങ്ങളുമായി ആലപ്പുഴ സെഷൻസ് കോടതി. മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രമല്ലേ ഗൺമാൻമാരുടെ ചുമതലയെന്നും പുറത്തെ പ്രതിഷേധങ്ങളെ നേരിടേണ്ടതുണ്ടോ എന്നും കോടതി ചോദിച്ചു. VIP സുരക്ഷ ഗൺമാൻമാരുടെ ഉത്തരവാദിത്തമെന്നും മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പ്രതിഭാഗത്തിന്റെ മറുവാദം. വിഷ്ണു സുരേഷ് ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, കോടതിയിലെ വിശദമായ വാദം നടക്കുകയാണ്. പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി സുപ്രധാനമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ SITയുടെ ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. ഈ നരഹത്യാശ്രമം എന്ന വകുപ്പ് എന്തിന് തിരക്കുപിടിച്ച് ചുമത്തി എന്ന് കോടതി ചോദിക്കുന്നു. വാദങ്ങളുടെ നില എന്താണ്? പ്രജൻ, ഇപ്പോഴും വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഭാഗവും വാദിഭാഗവും കാര്യമായി തന്നെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിൽ കോടതിയുടെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ. അതിലൊന്ന്, ഇത് പരാതി ഒരു എഴുതി പൊലിപ്പിച്ച പരാതി പോലെ ഉണ്ടല്ലോ എന്ന് കോടതി ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി ആണോ യഥാർത്ഥത്തിൽ ഉണ്ടായത് എന്ന് കോടതി ചോദിക്കുന്നു. ഗൺമാൻമാരുടെ ചുമതല മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രമല്ലേ, പുറത്തെ പ്രതിഷേധങ്ങളെ നേരിടേണ്ടതുണ്ടോ, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ എന്ന പ്രതിഭാഗത്തോട് കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം അതിന് മറുപടിയായി പ്രതിഭാഗം നൽകിയത്, പ്രതിഷേധക്കാർ നവകേരള ബസിനെ പിന്തുടർന്നു, പലയിടങ്ങളിൽ പ്രതിഷേധമുണ്ടായി, വാഹനത്തിന് തൊട്ടടുത്ത് വരെ എത്തി. ആ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ Z+ സുരക്ഷയാണ്, അങ്ങനെ അവരെ സംരക്ഷിക്കുക, മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെയും സംരക്ഷിക്കുക എന്ന ജോലി മാത്രമാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് ചോദിച്ചത്. നരഹത്യാ ശ്രമം ചുമത്തിയത് എന്ത് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. കൃത്യമായ തെളിവുകളില്ലാതെ എന്ന് പ്രതിഭാഗം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി സുരക്ഷാ ജീവനക്കാർക്കുള്ള ചട്ടങ്ങൾ കോടതി പരിശോധിച്ചു. അങ്ങനെ വിശദമായ വാദം നടക്കുകയാണ്. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഇന്നലെ കോടതി പറഞ്ഞത്, ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത പശ്ചാത്തലത്തിൽ ജാമ്യം നൽകുന്നതിന്. ശരി, വിഷ്ണു സുരേഷാണ് ആലപ്പുഴയിൽ വിശദാംശങ്ങൾ നൽകിയത്. വാദം ഇപ്പോഴും കോടതിയിൽ പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.